ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്മിത ജി വൈദ്യൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ടോപ്പിക്കിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാർക്ക് പോകാൻ സാധ്യതയുള്ളൊരു ഏരിയ കൂടിയാണ്. സിമ്പിളാണ്. ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ എ ആൻഡ് ദ ഈ 3 വേർഡ്സ് ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഈ മൂന്നേ 3 കാര്യങ്ങളാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യുക? സിമ്പിളായ കാര്യമാണ്. എന്നാൽ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യണം, എവിടെയൊക്കെ യൂസ് ചെയ്യേണ്ട എന്നത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. യൂസ് ചെയ്യാണ്ടാത്ത സ്ഥലങ്ങളും പ്രത്യേകം പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർട്ടിക്കിൾസ്. ഇൻ ഇംഗ്ലീഷ് there are 3 articles. എ, ആൻ ആൻഡ് ദ. എയും ആനും ദായും. ഓക്കെ, ഈ ആർട്ടിക്കിൾസ് ഈ വെറും 3 ഉള്ളെങ്കിൽ ഇതിനെ 2 കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് സെക്കൻഡ് വൺ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുന്നതാണ് ഈ ദ എന്ന് പറയുന്ന വേർഡാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ദ എവിടെയാ യൂസ് ചെയ്യുക? ബിഫോർ എ സിംഗുലർ ഓർ പ്ലൂറൽ നൗൺ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സിംഗുലർ നൗണിന്റെ കൂടെയും ഉപയോഗിക്കാം, പ്ലൂറൽ നൗണിന്റെ കൂടെയും ദാനെ യൂസ് ചെയ്യാം. ഓക്കെ, എന്നാൽ എയും ആനുമോ? എയും ആനും സിംഗുലർ നൗണിനോടൊപ്പം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എ അതിൽ ബിഫോർ എ സിംഗുലർ നൗൺ ബിഗിനിങ് വിത്ത് എ കൺസണന്റ് സൗണ്ട്. ആനോ ബിഫോർ എ സിംഗുലർ നൗൺ ബിഗിനിങ് വിത്ത് വവ്വൽ സൗണ്ട്. നോക്കിക്കേ, വവ്വൽ സൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ എ, ഇ, ഐ, ഒ, യു ഈ 5 ലെറ്റേഴ്സിന്റെ ഉപയോഗം കൊണ്ട്, അല്ലെ ഈ 5 ലെറ്റേഴ്സിനാൽ പ്രൊനൗൺസ് ചെയ്യപ്പെടുന്ന സൗണ്ട്സ്, ആ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ ആൻ യൂസ് ചെയ്യണം. ആ ലെറ്റേഴ്സിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ എന്നല്ല ഞാൻ പറയുന്നത്, ആ ലെറ്റേഴ്സിന്റെ സൗണ്ട്സിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ ആൻ യൂസ് ചെയ്യണം. ബാക്കി ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അവയാണ് കൺസണന്റ് സൗണ്ട്സ് ലെറ്റേഴ്സ്, കൺസണന്റ് ലെറ്റേഴ്സ്. അവരുടെ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ നമ്മൾ എ യൂസ് ചെയ്യണം. ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എയും ആനും. എ എവിടെയാണ് യൂസ് ചെയ്യുക? കൺസണന്റ് സൗണ്ട്സിന്റെ മുമ്പിൽ, അതായത് ബിഫോർ സിംഗുലർ നൗൺസ്. അതുപോലെ തന്നെ ആൻ വവ്വൽ സൗണ്ട്സിന് മുമ്പിൽ, വവ്വൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ, ബിഫോർ സിംഗുലർ നൗൺ തന്നെ. രണ്ടും സിംഗുലർ നൗണോടൊപ്പം യൂസ് ചെയ്യുന്നു. എ അല്ലെങ്കിൽ ആനിന്റെ മീനിങ് എന്താ? ഒരു എന്ന് പറയും. ഒരു. എ ഗേൾ, ഒരു പെൺകുട്ടി. ആൻ ആപ്പിൾ, ഒരു ആപ്പിൾ. അത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് ഇവരെന്തിന്റെ മുമ്പിലാണ് ഇവരെ യൂസ് ചെയ്യേണ്ടത്? കൗണ്ടബിൾ നൗൺസിന് മുമ്പിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ എ ഗേൾ എന്ന് പറഞ്ഞ ഗേൾ കൗണ്ടബിൾ അല്ലേ? എണ്ണാൻ പറ്റുന്ന നാമമല്ലേ? എ ആൻ ആപ്പിൾ എണ്ണാൻ പറ്റുന്നതല്ലേ? ആപ്പിൾ എന്ന് പറഞ്ഞ കൗണ്ടബിൾ അല്ലേ? എന്നാൽ അൺകൗണ്ടബിൾ നൗൺ ഉണ്ട്, അത് വാട്ടർ. എണ്ണാൻ പറ്റത്തില്ല. പക്ഷെ വാട്ടറിന് മുമ്പിൽ നമ്മൾ എ വാട്ടർ എന്ന് പറയുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് കൗണ്ടബിൾ നൗണിന് മുമ്പിലാണ് നമ്മൾ എയും ആനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം ഈ എയും ആനും എവിടെയൊക്കെ പ്രത്യേകിച്ച് യൂസ് ചെയ്യണം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ. ഇവിടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആനിനെ പറ്റി ഞാൻ പറയാം. എ യൂസ് ചെയ്യുന്നത് ബിഫോർ എ സിംഗുലർ നൗൺ ബിഗിനിങ് വിത്ത് എ കൺസണന്റ് സൗണ്ട്. നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ, എ ഗേൾ, എ ബോയ്, എ ഡിഗ്രി സ്റ്റുഡന്റ്, എ ബിഗ് ട്രീ. എ ഗേൾ, എ ബോയ്, എ ഡിഗ്രി സ്റ്റുഡന്റ്. ഡി അല്ലേ? കൺസണന്റ് സൗണ്ട് അല്ലേ? ബ് കൺസണന്റ് അല്ലേ? ഗേളിന്റെ ജിയുടെ സൗണ്ട് ഗ. ബ് ഇതെല്ലാം കൺസണന്റ് സൗണ്ട്സ് ആണ്. അതിന് മുമ്പിൽ നമ്മൾ എല്ലാം എന്ത് യൂസ് ചെയ്തു? എ യൂസ് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആനാണെങ്കിൽ ഈ എ, ഇ, ഐ, ഒ, യു എന്ന അക്ഷരങ്ങളുടെ സൗണ്ടുകൾക്ക് മുമ്പിൽ ആൻ ആപ്പിൾ, ആൻ ഓറഞ്ച്, ആൻ ആർട്ടിസ്റ്റ്, ആൻ ഓൾഡ് മാൻ. കണ്ടോ, ഇതെല്ലാം ലെറ്ററും അത് തന്നെയാണ്, എന്നാൽ അതിന്റെ ഉച്ചാരണവും അവയുടെ ഉച്ചാരണം തന്നെയാണ്. അവയ്ക്ക് മുമ്പിൽ ആൻ. ഇത് സിമ്പിൾ ആണ്, കൊച്ചു ക്ലാസ്സിൽ മുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ്. അടുത്ത കാര്യത്തിലോട്ട് പോകാം നമുക്ക്. എന്നാൽ ഇത്രയും പറഞ്ഞതിൽ ഒതുങ്ങുന്നില്ല എയുടെ ആനിന്റെയും യൂസ്. തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളിൽ ഇവർ വരും. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു എ, ഇ, ഐ, ഒ, യു എന്നീ സൗണ്ട്സിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുൻപിൽ നമ്മൾ ആനാണ് ചേർക്കേണ്ടതെന്ന്. അപ്പൊ ഇവിടെ നമ്മൾ തെറ്റാൻ സാധ്യതയുള്ള സംഭവം, എ, ഇ, ഐ, ഒ, യു എന്നീ അക്ഷരങ്ങളാൽ തുടങ്ങുന്ന വാക്കുകളുണ്ട്. പക്ഷേ അവയുടെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് യു എന്നോ വാ എന്നോ ആയിരിക്കും. അതായത് യു എന്ന് പറഞ്ഞാൽ ഇപ്പൊ YOUR, യെല്ലോ, ഇതൊക്കെ നോക്കി, ഇതെല്ലാം വൈയിലല്ലേ തുടങ്ങുന്നത്. നമ്മളിതെങ്ങനെ ഉച്ചരിക്കുന്നത്? യു. ഇതോ യുവർ അല്ലേ? യുവർ. യെല്ലോ, യാ, ഇതെല്ലാം യാ അല്ലേ? അപ്പോൾ വൈയുടെ പ്രൊനൗൺസിയേഷൻ ആണ് വരുന്നതെങ്കിൽ എ, ഇ, ഐ, ഒ, യു ഇതിൽ ഏത് ലെറ്ററിലെങ്കിലും തുടങ്ങിക്കോട്ടെ, പക്ഷെ അവ ഉച്ചരിക്കുമ്പോൾ വരുന്ന ഉച്ചാരണം അല്ലെ അവയുടെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് വൈയുടെ പ്രൊനൗൺസിയേഷനായി യ എന്നാണ്, അല്ലെ യാ, യു, ഇ എന്നൊക്കെ ആണെങ്കിൽ
അവ ഈ ലെറ്റേഴ്സ് കൊണ്ട് AIOU ഏതെങ്കിലും ലെറ്റർ കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ പോലും അവയ്ക്ക് മുമ്പ് നമ്മൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിള് യാ ആയ യാ എന്ന് പറയുന്നത് വൈയുടെ ആണ്. അപ്പൊ അതുകൊണ്ട് വൈക്ക് മുമ്പിൽ ഏതാ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്യണം. വൈ എന്ന് പറഞ്ഞ കൺസണന്റ് സൗണ്ട് അല്ലേ, ആ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഘട്ടം നോക്കിയേ, വാ വാ അല്ലെങ്കിൽ നമ്മളിപ്പോ നോക്കുക വാട്ടർ അല്ലേ, വാട്ടർ വാട്ടർ വാ എന്നല്ലേ നമ്മൾ ഉച്ചരിക്കുന്നത്. ഡബ്ല്യുവിന്റെ പ്രൊനൗൺസിയേഷൻ അല്ലേ വാ അല്ലേ, വാട്ട് എന്ന് പറയില്ലേ. സോ ഡബ്ല്യുവിന്റെ പ്രൊനൗൺസിയേഷൻ അല്ലേ വാ അല്ലേ. അങ്ങനെ വരുമ്പോ ഈ പറയുന്ന വാ എന്ന് പറയുന്ന ഡബ്ല്യു ആയ കൺസണന്റ് സൗണ്ട് ആയ ഡബ്ല്യുവിന്റെ പ്രൊനൗൺസിയേഷൻ ആണ്. എന്നാൽ ഇതിൽ ഏതെങ്കിലും അക്ഷരം ഉപയോഗിക്കുമ്പോൾ ആ വാ എന്ന ഉച്ചാരണം വരുന്നുണ്ടെങ്കിൽ അവയ്ക്കും എന്ത് തന്നെ കൊടുക്കണം, കൺസണന്റ് സൗണ്ടിന്റെ ആർട്ടിക്കിളായ എ തന്നെ കൊടുക്കണം. എക്സാമ്പിളിലോട്ട് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നമ്മളിപ്പം യുവിലാണ് തുടങ്ങിയത് അല്ലേ, യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ വായിക്കുന്നത് അല്ലേ, വൈയുടെ പ്രൊനൗൺസിയേഷൻ അവിടെ വന്നേക്കുന്നത്. അപ്പൊ യുല തുടങ്ങിയതെങ്കിലും സൗണ്ട് എന്തിന്റെ, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഇവിടെ പറഞ്ഞത് സൗണ്ട് ആണ് നോക്കേണ്ടത്, അല്ലാണ്ട് അക്ഷരം അല്ല, ലെറ്റർ അല്ല. അപ്പൊ യു എന്ന് പറഞ്ഞ ലെറ്റർ അല്ല തുടങ്ങി, അത് വവ്വൽ ലെറ്റർ ആണ്. പക്ഷെ ലെറ്റർ അല്ല നോക്കേണ്ടത്, എന്റെ സൗണ്ട് ആണ് നോക്കേണ്ടത്. സൗണ്ട് വരുമ്പോൾ യാണ് യു, അത് കൺസണന്റ് ലെറ്ററിന്റെ സൗണ്ട് ആണ്, വൈയുടെ സൗണ്ട് ആണ്. അതുകൊണ്ട് അതിന് മുമ്പ് നമ്മൾ എ ചേർത്തു. അതുപോലെ തന്നെയാണ് യാർഡ്, അതൊന്ന് പറയാൻ വേണ്ടി ഞാൻ അത് രണ്ടും നമ്മൾ വൈ വന്നതുകൊണ്ട് എന്തായാലും വൈ കൺസണന്റ് ലെറ്റർ തന്നെയാണ്. വൈ ഈ വരുന്ന എന്നാണ്, അത് കൺസണന്റ് സൗണ്ടുമാണ്. അതുകൊണ്ട് എ തന്നെയാണ് വരേണ്ടത്. അപ്പൊ അതേ ഉച്ചാരണം തന്നെയാണ് ഇവിടെ യു ചേർത്തപ്പോഴും വന്നത്. അപ്പൊ രണ്ടിനും ഒരേപോലെ എ ആ യൂസ് ചെയ്യേണ്ടത്. എ യൂണിറ്റ്, എ യൂണിയൻ. ഇവിടെ നോക്കിയേ, യു എന്ന് പറയുന്നത് വവ്വൽ ലെറ്ററാ, പക്ഷെ ഇയും യുവും കൂടെ ചേർന്ന് വന്നപ്പോൾ വന്ന ഉച്ചാരണം യൂറോപ്യൻ എന്നാണ്, യൂറോപ്യൻ. സോ യാണ്, അതുകൊണ്ട് എ തന്നെ. അപ്പൊ യൂറോപ്യന് മുമ്പ് വരേണ്ട ആർട്ടിക്കിൾ ഏതാ, ആനല്ല എ കേട്ടോ. എ യൂസ്ഫുൾ തിങ്, എ യൂണിഫോം, എ യങ്ങുമാൻ, യാണ് വൈ തന്നെയാണ്, അതുകൊണ്ട് എ തന്നെയാണ് വരേണ്ടത്. ഇടയ്ക്ക് അത് പറഞ്ഞത് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വാ, എ 1 rupee നോട്ട് നോക്കിയേ, ഓ ആണ് 1, പക്ഷെ ONE എന്നാ എഴുതുന്നെങ്കിൽ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് വാ, ഒന്നല്ല വാ, 1 ആണ് അല്ലേ. എ യുട്ടോപ്യൻ, എ 1-eyed man, ഇതെങ്ങനെ വായിക്കും നോക്ക്, ഹാപ്പിയുടെ ഓപ്പോസിറ്റ് അൺഹാപ്പി അല്ലേ. അതുപോലെ ഇത് വായിക്കാൻ പോവല്, അപ്പൊ ആയിപ്പോവും, തെറ്റിപ്പോവും. കറക്റ്റ് ആയിട്ട് ആർട്ടിക്കിൾ ചെയ്യുന്നത്. അൺഹാപ്പി വായിക്കുന്ന പോലല്ല ഇത് യുണാനിമസ് ഡിസിഷൻ ആണ്, അണ്ണാനിമസ് അല്ല, യുണാനിമസ്. സോ അല്ലേ, അതുകൊണ്ട് എന്ത് വരണം, ഇനി അതുപോലെ വേറൊന്നും ഞാൻ എഴുതാൻ മറന്നു പോയതാണ്, EWE. ഇതെങ്ങനെ ഇത് ഇവന്നൊന്നും അല്ല വായിക്കേണ്ടത്, ഇത് യു എന്ന് വായിക്കണം, സോ യു എന്ന് വന്നതുകൊണ്ട് ഇതിനു മുമ്പിൽ എന്താ ചേർക്കേണ്ടി, അല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്, അത് എ. ഇനി നോക്ക്, ഇവിടെ രണ്ടും ഒരുപോലെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. സോ ഇത് EAR ചെവി എന്നുള്ളതും ഇത് YEAR വർഷം എന്നുള്ളതും. പക്ഷെ ഇയറിന്റെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇയർ, അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ആനാണ് കേട്ടോ. ഇതാണെങ്കിൽ ഇയർ, എന്നുള്ള ആ ഒരു പ്രൊനൗൺസിയേഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ, എന്നുള്ള. സോ എന്താണ്, എ ആണ്. അപ്പം ഇയർ, ചെവിയുടെ മുമ്പിൽ ആനും, ആൻ ഇയർ, എന്നാൽ ഇത് എ ഇയർ. ഓക്കെ, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരൂ, ആനിന്റെ കാര്യത്തിലേക്ക് വാ. അപ്പം ഈ ആൻ യൂസ് ചെയ്യണമെന്ന് തോന്നുന്ന സ്ഥലത്ത് എ വരുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമുക്ക് തോന്നും അവിടെ ആനാണെന്ന്, പക്ഷേ എ. ഇനി തിരിച്ച് ഇവിടെ എ യൂസ് ചെയ്യണമെന്ന് തോന്നുന്ന സ്ഥലത്ത് ആൻ വരുന്ന കേസാണ് തിരിച്ചുള്ളത്. അതായത് ചില വാക്കുകൾ എച്ചിനാൽ തുടങ്ങുന്നു, എച്ചിലാണ് തുടങ്ങുന്നത്. എച്ച് എന്ന് പറയുന്നത് കൺസണന്റ് സൗണ്ട് ആണല്ലോ, പക്ഷേ എച്ചിലാ തുടങ്ങുന്നതെങ്കിലും എച്ച് അവിടെ സൈലന്റ് ആയിരിക്കും. അങ്ങനെയുള്ള വാക്കുകൾ സൈലന്റ് ആവുമ്പോൾ പിന്നെ ഉച്ചാരണം തുടങ്ങുന്നത് ഒരു വവ്വൽ സൗണ്ടിലാണെങ്കിൽ അതിന് മുമ്പ് ആൻ ചേർക്കണം. ഓണസ്റ്റ് മാൻ, ഹോണസ്റ്റ് എന്നല്ല നമ്മൾ പറയുന്നത്, ഓണസ്റ്റ്. ആൻ ഓണസ്റ്റ് മാൻ, അതുകൊണ്ട് ആൻ. ഓക്കെ, നെക്സ്റ്റ് ആൻ ഹവർ അല്ല, ആനാവർ, അവർ. ഓക്കെ, ആനാവർ. സി ആൻ അവർ, അതൊരു വവ്വൽ സൗണ്ട് അല്ലേ. ഇനി ഹെയർ, അനന്തരാവകാശി എന്ന് പറയില്ല, അതാണ്. ഹെയർ എന്നല്ല, അത് ഞാൻ അങ്ങനെ തെറ്റിച്ച്, ഹെയർ എന്നല്ല അത് വായിക്കണ്ടേ, പിന്നെ എങ്ങനെയാ, എയർ, ആൻ എയർ. പക്ഷെ ഇത് ഹെയർ തന്നെയാണ്, HAIR, ഹെയർ, അത് കൺസണന്റ് സൗണ്ട് തന്നെയാണ്. അപ്പൊ ആൻ ഹെയർ അല്ല, ആൻ എയർ, അനന്തരാവകാശി. ഇതെങ്ങനെ, ആൻ ഹോണറബിൾ അല്ല, ആൻ ഓണറബിൾ പേഴ്സൺ, ആൻ ഓണറബിൾ മാൻ, അതാണ്. അപ്പൊ ആൻ വന്നത് കൊണ്ടാ. മനസ്സിലായല്ലോ ഇത് രണ്ടും തമ്മിലുള്ള എന്താ ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇനിയുണ്ട് എ യൂസ് ചെയ്യേണ്ട കേസ്. സി ഇത് രണ്ട് നോക്കിയേ, മെമ്പർ ഓഫ് പാർലമെന്റ് അല്ലേ, എന്നാൽ ഇവിടെ അതിനെ ചുരുക്കി ഞാൻ MLA എന്നങ്ങ് എഴുതി, അബ്രിവിയേഷൻസ്. ഓക്കെ, സി ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോ മെമ്പർ ഓഫ് പാർലമെന്റ്
സോറി, ഇത് MP, മെമ്പർ ഓഫ് പാർലമെന്റ് MP. ഓക്കെ, ആ മെമ്പർ ഓഫ് തിരിച്ചു മറിഞ്ഞു പോയി, കുഴപ്പമില്ല. ഓക്കെ, മെമ്പർ ഓഫ് പാർലമെന്റ് അതിനെ ചുരുക്കി എഴുതിയപ്പോൾ MP എന്ന് എഴുതിയല്ലേ. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി MLA അല്ലേ, സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ എക്സ്പാൻഡ് ചെയ്തപ്പോ എ യൂസ് ചെയ്തു. എന്തുകൊണ്ടാ? എ മെമ്പർ, ഈ എമ്മിന്റെ നോക്കിയാൽ മതി ഇവിടെ അല്ലേ. എം എന്ന് പറയുന്നത് കൺസണന്റ് സൗണ്ട് അല്ലേ, അതുകൊണ്ട് കൺസണന്റ് സൗണ്ടിൻ്റെതായ എ വന്നു. ഇവിടെയും മെമ്പർ. പക്ഷെ ഇവിടെ നമ്മൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാ? ഇവിടെ MLA, എം എം ഇങ്ങനെയല്ലേ, അപ്പൊ അത് അവരുടെ എ ആ ഉച്ചാരണമാണ് നോക്കണ്ടേ. എ എ എന്ന് പറയുന്നത് വവ്വൽ സൗണ്ട് ആണ്, അതുകൊണ്ട് ആൻ. അതുപോലെ തന്നെയാണ് MA കണ്ടോ. ഇനി ലോവർ ഡിവിഷൻ ക്ലർക്ക്, LD ക്ലർക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. ലോവർ എന്നാണ് നമ്മളോട് ഉച്ചാരണം തുടങ്ങുന്നത്. ല എന്ന് പറഞ്ഞ കൺസണന്റ് ആണ്, അതിന് മുമ്പിൽ കൺസണന്റ് സൗണ്ട്. എന്നാൽ LD എന്നാണ് നമ്മളിവിടെ പറയുന്നത്, LA. അതുകൊണ്ട് ആൻ. എന്താണോ പറയുന്ന അതിനനുസരിച്ച് ഉച്ചാരണം വരണം. ഇതാണ് എയും ആനും എവിടൊക്കെയാ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായി നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാനുണ്ട്. ദാ എവിടൊക്കെയാ യൂസ് ചെയ്യുന്നത്, കൃത്യമായിട്ട് ദാ എവിടൊക്കെയാ യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അതും ഇതും എല്ലാം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എയും ആനും കൃത്യമായി യൂസ് ചെയ്യാൻ പഠിച്ചു. ഇനി ദാ എവിടൊക്കെയാ യൂസ് ചെയ്യുന്നത് നോക്കാം. യൂസ് ഓഫ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദാ. ഒന്ന്, ബിഫോർ ദ നൗൺസ് ഓഫ് എ യുണീക്ക് ഒബ്ജക്ട്. ഏലേ വരുള്ളൂ. ബിഫോർ ദ നൗൺസ് ഓഫ് എ, ഇവിടെ ഇപ്പം ബിഫോർ ദ നൗൺ ഓഫ് എ യുണീക്ക് ഒബ്ജക്ട് എന്നാ പറയണ്ട കേട്ടോ, എന്നത് ടൈപ്പ് ചെയ്തതിന് മിസ്റ്റേക്ക്. അല്ലെങ്കിൽ ബിഫോർ ദ നൗൺസ് ഓഫ് യുണീക്ക് ഒബ്ജക്ട് മതി. ബിഫോർ ദ നൗൺ ഓഫ് എ യുണീക്ക് ഒബ്ജക്ട് വേണ്ടല്ലോ. വരുവാണെങ്കിൽ ഇവിടെ സിംഗുലർ അല്ലേ വേണ്ടുന്നത്, അത് നിങ്ങൾ പഠിച്ചല്ലോ, അതുകൊണ്ടല്ലേ. ഇത് എന്റെ മിസ്റ്റേക്ക് ആണ് ടൈപ്പ് ചെയ്തത്. ഓക്കെ, ബിഫോർ ദ നൗൺ ഓഫ് എ യുണീക്ക് ഒബ്ജക്ട്. അവിടെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, എന്താണ് റൂള്? യുണീക്ക് ആയിട്ടുള്ള ഏകമാത്രമായ വസ്തുക്കൾ ഭൂമിയിൽ അത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ അത് മാത്രമേ ഉള്ളൂ അങ്ങനെ എന്ന് പറയാൻ പറ്റുന്ന വസ്തുക്കളുടെ മുൻപിൽ നമ്മൾ ദാ ചേർക്കണം. സണ്ണായിട്ട് സണ്ണേ ഉള്ളൂ അല്ലേ. എർത്ത്, ദ സൺ, ദ സ്കൈ, ദ മൂൺ, എക്സെട്ര. മനസ്സിലായോ? നെക്സ്റ്റ്, ബിഫോർ ദ നെയിംസ് ഓഫ് റിവേഴ്സ്, സീസ്, ഓഷ്യൻസ്, കനാൽസ്, valleys, forests, deserts, group of islands, chain of mountains, plural names of countries. ഇതിന്റെ എല്ലാം മുമ്പ് നമ്മൾ ദാ ചേർക്കണം. പമ്പ റിവറിന്റെ പേര് അല്ലേ, സഹാര, ദ സഹാര, ദ പമ്പ, ദ സൈലന്റ് വാലി, ദ അറേബ്യൻ സീ, ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, ദ ഹിമാലയാസ്. ചെയിൻ ഓഫ് മൗണ്ടൻ ആയാണ് ദ. ചെയിൻ ഓഫ് മൗണ്ടൻ എന്നാ പറഞ്ഞത്, നെയിം ഓഫ് എ മൗണ്ടൻ എന്നല്ല, ചെയിൻ ഓഫ് മൗണ്ടൻ. ഒരു പർവ്വത നിരയുടെ മുമ്പിലാണ് നമ്മൾ ദാ ചേർക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി, ആനമുടി. ഓക്കെ, അങ്ങനെ മാത്രം മതി. ഇനി ദ നെതർലൻഡ്സ്, നെയിം ഓഫ് പ്ലൂറൽ നെയിംസ് ഓഫ് കൺട്രി. ഇത് ഈ ഒരു രാജ്യത്തിന്റെ പേരാണിത്, പക്ഷെ ഈ രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു പ്ലൂറൽ നെയിം പോലെ നമുക്ക് തോന്നുന്നില്ലേ. നെതർലൻഡ്സ്, ഫിലിപ്പീൻസ്, മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് അതിന് മുമ്പിൽ ദാ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്താണ് ബിഫോർ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ്, അതായത് ദ ഹയസ്റ്റ്, ദ ബിഗസ്റ്റ്, മനസ്സിലായോ? ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിച്ചതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബിഫോർ ദ നെയിംസ് ഓഫ് ന്യൂസ് പേപ്പർ, ഹോളി ബുക്സ്, റെഫറൻസ് ടെക്സ്റ്റ്, എക്സെട്ര. അതിന്റെ എല്ലാം പേരിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം? ദാ ചേർത്ത് കൊടുത്തേ പറയാവൂ. ദ ഹിന്ദു അങ്ങനെ വേണം പറയാൻ. ഓക്കെ, ദ ബൈബിൾ, അങ്ങനെ. നെക്സ്റ്റ്, ഫിഫ്ത്ത് വൺ, ബിഫോർ ദ നെയിംസ് ഓഫ് ഷിപ്സ് ആൻഡ് ട്രെയിൻസ്. ഷിപ്സിന്റെയും ട്രെയിൻസിന്റെയും പേരുകളുടെ മുമ്പിലും ദാ ചേർത്തേ പറയാവൂ. മനസ്സിലായോ? അത്തരത്തില്. ബിഫോർ ദ നെയിംസ് ഓഫ് ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ കൺസേൺസ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ ഇത് ഓക്കെ, അത് താഴെയുണ്ട് കേട്ടോ, ഇതുണ്ട്. നമുക്ക് ആ എക്സാമ്പിൾസ്, ഇതുവരെ പറഞ്ഞ എക്സാമ്പിൾസ് നോക്കാം. ദ നൈൽ, നേരത്തെ നമ്മൾ പറഞ്ഞാണ് നദിയുടെ പേരിന് മുമ്പിൽ അല്ലേ. ഓക്കെ, ദ ബൈബിൾ, ദ മഹാഭാരത, ദ എൻസൈക്ലോപീഡിയ. ബിഫോർ ദ നെയിംസ് ഓഫ് എന്താണ്, ഹോളി ബുക്സ് ആൻഡ് റെഫറൻസ് ടെക്സ്റ്റ്. ഇനി ദ ടൈംസ് ഓഫ് ഇന്ത്യ, ന്യൂസ് പേപ്പറിന് മുമ്പിൽ ചേർക്കണം എന്ന് പറഞ്ഞില്ലേ. ഡിപ്പാർട്ട്മെന്റ്സ്, ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ദ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ്, ദ കേരള എക്സ്പ്രസ്, ട്രെയിൻസ് അല്ലേ. അതുപോലെ ഷിപ്പിന്റെ പേരിന് മുമ്പിലും. ഇനി വാദ്യോപകരണങ്ങളുടെ പേരിന് മുമ്പിലും നമ്മൾ എന്ത് ചെയ്യണം? ദ ചേർക്കണം. അത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. വാദ്യോപകരണങ്ങളിലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ദ ഫ്ലൂട്ട്, ദ വീണ. ഓക്കെ, ബാങ്കിന്റെ പേരിന് മുമ്പിൽ ചേർക്കണം എന്ന് പറഞ്ഞു, ദ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. മനസ്സിലായല്ലോ? ഇത്തരത്തിൽ ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കുക ഈ ഒരു ലിസ്റ്റ്. എക്സംഷൻസ് ഉണ്ട്, അതും ഇതിനപ്പുറം നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ.
നെയിംസ് ഓഫ് കൺട്രീസ്. കൺട്രീസിന്റെ പേരുകൾ വരുമ്പോൾ പ്രത്യേകമായി ഞാൻ അതിനെ മാറ്റി ഒന്ന് എടുത്ത് പറഞ്ഞേക്കുവാണ്. അത് ഇച്ചിരി കാറ്റഗറി ഉണ്ട്. അതായത് ബിഫോർ ദ നെയിംസ് ഓഫ് കിങ്ഡം, റിപ്പബ്ലിക്, ഫെഡറേഷൻ, സ്റ്റേറ്റ് ഓർ യൂണിയൻ. അതായത് ആ രാജ്യങ്ങൾ അത്തരത്തിലുള്ള രാജ്യങ്ങളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കിങ്ഡം എന്ന് പറഞ്ഞ് വരുന്ന രാജ്യങ്ങളുടെ പേരില്ലേ, എന്താണ്? യുണൈറ്റഡ് കിങ്ഡം, കിങ്ഡം ഓഫ് സൗദി അറേബ്യ, റിപ്പബ്ലിക് നമ്മുടെ ഇന്ത്യ തന്നെ, ഇന്ത്യയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് എന്താ? റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. അപ്പൊ ദ റിപ്പബ്ലിക് എന്ന് പറയണം എന്നർത്ഥം, ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. സി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയണം. യൂണിയൻ, ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയണം. അല്ലെ, കുറെ സ്റ്റേറ്റ്സിന്റെ യൂണിയൻ ഉള്ള രീതിയിലാണ്. സി, അപ്പൊ അങ്ങനെയുള്ള പേരുകൾക്ക് മുമ്പിലെല്ലാം നമ്മൾ എന്ത് ചേർക്കണം? ദ ചേർത്ത് പറയണം. പക്ഷെ ഇന്ത്യ എന്ന് മാത്രമേ പറയുന്നെങ്കിലോ, നമ്മൾ ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് യൂസ് ചെയ്യുമ്പോൾ ദ ചേർക്കണം. ഇന്ത്യ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എങ്കിൽ ഇന്ത്യ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. ദെൻ രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ നേരത്തെ പറഞ്ഞത് പ്ലൂറൽ നെയിംസ് ഓഫ് കൺട്രീസ്. ദ നെതർലാൻഡ്സ്, ദ ഫിലിപ്പീൻസ്, അത്തരത്തിൽ പോകും. അപ്പോൾ എക്സാമ്പിൾ താഴെ ഒന്നുകൂടെ പറയാം. ദ യുണൈറ്റഡ് കിങ്ഡം, ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ നെതർലാൻഡ്സ്. ഓക്കെ. അടുത്ത ഒരു ഇത് വരുന്നത് എങ്ങനെയാ? എവിടെയാണ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിളായി ദ ചേർക്കേണ്ടത് എവിടെയൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. സെയിം ബാക്കി ഇതുവരെ പറഞ്ഞതും ഇനിയുണ്ട്. എന്താണ് അടുത്ത പോയിന്റ്? ബിഫോർ ദ നെയിംസ് ഓഫ് പൊസിഷൻസ് ഓർ ഡെസിഗ്നേഷൻ. ഫോർ എക്സാമ്പിൾ ചീഫ് മിനിസ്റ്റർ, ദ ചീഫ് മിനിസ്റ്റർ എന്ന് പറയണം. ദ ഡിസ്ട്രിക്ട് ജഡ്ജ്, ദ ഡിസ്ട്രിക്ട് കളക്ടർ, ദ പ്രൈം മിനിസ്റ്റർ. മനസ്സിലായോ? അങ്ങനെ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞത്, അത് വീണ്ടും ഒന്ന് ആവർത്തിച്ചു വന്നതേ ഉള്ളൂ. ഓക്കെ. സി, ഇങ്ങോട്ട് വരൂ. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ അതാണ്. ഇവിടെ ഈ കൺട്രീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനോടൊപ്പം ഇതും കൂടെ ഞാൻ ചേർത്ത് ഇത് പറയണം. ബിഫോർ ദ നൗൺസ്, ബിഫോർ ദ നൗൺസ് ഇൻഡിക്കേറ്റിംഗ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് എ കൺട്രി ആസ് എ ഹോൾ. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു രാജ്യത്തിന്റെ ജനതയെ ഒന്നാകെ നമ്മൾ പറയുമ്പോൾ അവരുടെ പേരിന് മുമ്പിൽ നമ്മൾ ദാ ചേർത്തേ പറയാവൂ. ഇന്ത്യക്കാർ എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയണം? ദ ഇന്ത്യൻസ്. റഷ്യക്കാർ, ദ റഷ്യൻസ്. ദ ചൈനീസ് എന്നാണ് അവരുടെ ജനതയെ മൊത്തമായി പറയുമ്പോൾ. ദ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാരെ മൊത്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതൊക്കെയാണ്. ഒന്ന്, പ്ലൂറൽ നെയിംസ് ഓഫ് കൺട്രീസിന് മുന്നിൽ ദാ ചേർക്കണം. ഒരു രാജ്യത്തിലെ ജനതയെ ഒന്നാകെ പറയുമ്പോൾ ദാ ചേർക്കണം. പിന്നെ കിങ്ഡം, റിപ്പബ്ലിക്, ഫെഡറേഷൻ, സ്റ്റേറ്റ് ഓർ യൂണിയൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴും എന്ത് ചേർത്ത് വേണം പറയാൻ? ദാ ചേർത്ത് വേണം പറയാൻ. ഓക്കെ. ഇതും കൂടി പറയാം നമുക്ക്. സൂപ്പർലേറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവിന് മുമ്പിൽ ദാ ചേർക്കണം, ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ഓർഡിനൽ നമ്പേഴ്സ്, ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ ഫൈനൽ. അതായത് ഓർഡിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓർഡറിനെ കുറിക്കാൻ പറയുന്ന നമ്പർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇതിന്റെ എല്ലാം മുമ്പിൽ ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ തേർഡ്, ഫൈനലി ദ ഫൈനൽ, ഇതെല്ലാം അങ്ങനെ ചേർത്തേ പറയാൻ പാടുള്ളൂ കേട്ടോ. ഇനി അടുത്തത്, വെൻ എ സിംഗുലർ നൗൺ ഇസ് മെന്റ് ടു റെപ്രസെന്റ് എ ഹോൾ ക്ലാസ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ്, ഇറ്റ് ഇസ് യൂസ്ഡ് വിത്ത് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ. സി, എന്താ പറഞ്ഞത്? അതായത് സാധാരണ സിംഗുലർ നൗൺ മുമ്പ് നമുക്ക് എ യൂസ് ചെയ്യാം. എ കൗ അല്ലേ, എ കൗ, എ ക്യാറ്റ് ഇങ്ങനെയൊക്കെ പറയത്തില്ലേ? പക്ഷേ ഇത് ഒരു ക്യാറ്റിനെയോ ഒരു കൗവിനെ പറ്റി പറയാനാണ്. എ കൗ, എ ക്യാറ്റ് സിറ്റിംഗ് ഓൺ ദി ബോക്സിന്റെ മേളിൽ കയറി ഇരിക്കുന്ന ഒരു ക്യാറ്റ് എന്ന്. അത് ഒരു ക്യാറ്റിനെ പറ്റി പറയാനാ. പക്ഷേ ഇവിടെ ആ ഒരു ഗ്രൂപ്പിനെ മൊത്തമായി, ആ ക്ലാസ്സിനെ മൊത്തമായി റെപ്രസെന്റ് ചെയ്ത ഒരു കാര്യം പറയുമ്പോൾ, വെൻ എ സിംഗുലർ നൗൺ is meant to represent a whole class to which it belongs, ഇറ്റ് ഇസ് യൂസ്ഡ് വിത്ത് ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ. അങ്ങനെ പറയുമ്പോൾ ആ ക്ലാസ്സിനെ മൊത്തമായിട്ട് ഉൾക്കൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ അതിനു മുമ്പിൽ നമ്മൾ ദ ചേർക്കണം. ദ കൗ ഇസ് എ യൂസ്ഫുൾ ആനിമൽ. ഒരു കൗവിന്റെ കാര്യമല്ല, കൗ എന്ന് പറയുന്ന ആ ഒരു മൃഗത്തിന്റെ ആ വർഗം, അവരെല്ലാം തന്നെ അല്ലെ, കൗ എന്ന് പറയുന്ന മൃഗത്തിന്റെ വർഗം, ആ ക്ലാസ് യൂസ്ഫുൾ ആണ് മനുഷ്യന്, അല്ലെ യൂസ്ഫുൾ ആനിമൽ ആണെന്ന് പറയുക. ഹിയർ ദ സിംഗുലർ നൗൺ കൗ റെപ്രസെന്റ്സ് എ ഹോൾ ക്ലാസ്. ഓക്കെ. അതുപോലെ താഴെ പറയുന്ന റൂൾ എന്താണെന്ന് വെച്ചാൽ, അഡ്ജക്റ്റീവ്സ് യൂസ്ഡ് ആസ് എ നൗൺ. പുവർ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് അല്ലേ, പുവർ ബോയിന് മുമ്പിൽ നമ്മൾ ചേർത്ത നാമവിശേഷണം അഡ്ജക്റ്റീവ്. പക്ഷേ അതായത് ഒരു നൗണായി നമ്മൾ ഇത് പുവറിനെ യൂസ് ചെയ്യും. അപ്പൊ ഫോർ എക്സാമ്പിൾ അതുപോലെ തന്നെ ദ റിച്ച് ഷുഡ് ഹെൽപ്പ് ദി പുവർ. പണക്കാർ പാവങ്ങളെ സഹായിക്കണം. മനസ്സിലായി? അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ അതിനെ നൗണായി യൂസ് ചെയ്ത് പറയുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ ഇതാ ചേർത്ത് പറയണം കേട്ടോ. ബിഫോർ ദ നെയിംസ് ഓഫ് പൊസിഷൻസ് ഓർ ഡെസിഗ്നേഷൻ. ഇത് നമ്മൾ പറഞ്ഞതാ, ദ പ്രൈം മിനിസ്റ്റർ, ദ ഡിസ്ട്രിക്ട് കളക്ടർ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു പോയിന്റും കൂടെ പറയണം. ഇവരുടെ പേരും കൂടെ ചേർത്താ പറയുന്നതെങ്കിൽ ഇതാ ചേർക്കണ്ട, ഡിസ്ട്രിക്ട് കളക്ടർ ആ പേരും കൂടെ പറഞ്ഞാൽ മതി. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ, അങ്ങനെ പറഞ്ഞു പോയാൽ മതി. പക്ഷെ പൊസിഷൻ മാത്രമേ പറയുന്നെങ്കിൽ ഉള്ളൂ എങ്കിൽ ദ പ്രൈം മിനിസ്റ്റർ, ദ ഡിസ്ട്രിക്ട് കളക്ടർ അങ്ങനെ പറയണം. പേരും കൂടെ ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ ദാ ഒഴിവാക്കാം. മനസ്സിലായല്ലോ?
I saw a lady on the road while I was going to my uncle's home. The lady was very ഗുഡ് ലുക്കിംഗ്. സി നമ്മൾ പറഞ്ഞെന്താണ്? ദാ എവിടൊക്കെ യൂസ് ചെയ്യണമെന്നാണ്. എ എവിടൊക്കെ യൂസ് ചെയ്യണമെന്നാണ്. ആൻ എവിടൊക്കെ യൂസ് ചെയ്യണമെന്നാണ്. ഐ സാ എ ലേഡി. സോ ഇവിടെ ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട് എ. ഞാൻ ഒരു ലേഡിയെ കണ്ടു എന്നുള്ള അർത്ഥത്തിലാണ്. എവിടെയാ? ഓൺ ദ റോഡ് വൈൽ ഐ വാസ് ഗോയിങ് ടു മൈ അങ്കിൾസ് ഹോം. എന്നാൽ അടുത്ത സെന്റൻസിൽ ആ ലേഡിയെ പറ്റി പറയുമ്പോൾ അവിടെ ദായ ചേർത്ത് എയിന് പകരം. എന്തുകൊണ്ടാ? ഈ ലേഡിയെ ഓൾറെഡി ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് സെന്റൻസിൽ പിന്നെ ആ ലേഡിയെ പറ്റി സ്പെസിഫൈ ചെയ്ത് പറയുന്നതുകൊണ്ടാണ്. അങ്ങനെ വരുന്ന കേസിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളായി ദാ യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയും ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. ഇനി ഐ ഹാവ് ലഞ്ച് യൂഷ്വലി അറ്റ് 1 PM. ലഞ്ച്, അത് ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഇതിനൊക്കെ മുമ്പ് നമുക്ക് ആർട്ടിക്കിൾസ് വേണ്ട. നമ്മൾ ഇനി അത് ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞെടുത്ത് പഠിക്കും. എന്നാൽ ആർട്ടിക്കിൾ വേണ്ടുന്നൊരു കേസുണ്ട്. നോക്കി, ഐ ഹാവ് ലഞ്ച് യൂഷ്വലി അറ്റ് 1 PM. ഞാൻ സാധാരണ ലഞ്ച് കഴിക്കുന്നത് 1 മണിക്കാണെന്നേ അർത്ഥം. അത്. എന്നാൽ ഇവിടെയോ ഇതുപോലെ തന്നെ മീൽസ്, അതായത് മീൽസിന് മുമ്പ് നമുക്ക് ആർട്ടിക്കിൾ വേണ്ട. ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എന്നൊക്കെ പറയുന്നതിന് മുമ്പിൽ. പക്ഷേ ഇവിടെ നോക്കുക, ബ്രേക്ക്ഫാസ്റ്റിന് മുൻപിൽ ദാ ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ന വേർഡിന് മുമ്പിൽ ദാ ചേർത്തേ? ദ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഹാഡ് ഫ്രം മൈ ഫ്രണ്ട്സ് ഹൗസ്. അതൊരു അപ്പോസ്ട്രോഫി ഉണ്ട് ഇവിടെ കേട്ടോ. ഫ്രണ്ടിൻ്റെ എന്നുള്ള അർത്ഥത്തിൽ. ഫ്രണ്ട്സ് ഹൗസ് വാസ് ഡെലീഷ്യസ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസിൽ നിന്ന് കഴിച്ച ആ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റിനെ ഒന്ന് സ്പെസിഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തേ പറ്റൂ? ദാ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവിടെ എന്ത് യൂസ് ചെയ്തത്? ദാ യൂസ് ചെയ്തത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദാ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദാ. നെക്സ്റ്റ്, കാളിദാസ ഈസ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ. ആൾക്കാരുടെ പേരിന് മുമ്പിൽ ഒരിക്കലും ദാ ചേർക്കേണ്ട ആവശ്യമില്ല. സ്മിത എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? പക്ഷെ ഇവിടെ നോക്ക്, കാളിദാസ, അതിന് മുമ്പ് നമ്മൾ ദാ ചേർത്തിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ ഷേക്സ്പിയർ ആണ് കാളിദാസ എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ഈ ഒരു ഷേക്സ്പിയർ എന്നുള്ള പേരിനെ അവിടെ അങ്ങനെ ഒരു രീതിയിൽ അന്വർത്ഥമാക്കി പറയുവാണ്. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? ദാ ചേർത്ത് കൊടുക്കണം. കാളിദാസ ഈസ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് നമ്മൾ പറയാറില്ലേ? അത്. ഇനി ദ ഫാസ്റ്റർ യു റൺ ദ ഫാസ്റ്റർ യു റീച്ച് ദ ഫിനിഷിംഗ് പോയിന്റ്. നോക്കിയേ, ഇവിടെ ഈ വേർഡ്സ്, അതായത് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ ഇത് വ്യക്തമായി പഠിച്ചതാണ്. കമ്പാരറ്റീവ് ഡിഗ്രീന് രണ്ടിടത്ത് യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ദാ ചേർത്ത് ദ മോറിന്റെ പ്രയോഗം നമ്മൾ പഠിച്ചതാണ്. ദ ഫാസ്റ്റർ യു റൺ ദ ഫാസ്റ്റർ യു റീച്ച്. സാധാരണ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പാണ് ദാ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദാ രണ്ടിടത്തും ചേർത്ത് കൊടുക്കണം. കാരണം നീ എത്രമാത്രം ദ ഫാസ്റ്റർ യു റൺ, വേഗത്തിൽ നീ ഓടുന്നവോ, ദ ഫാസ്റ്റർ യു റീച്ച് ദ ഫിനിഷിംഗ് പോയിന്റ്, നീ അത്രയും വേഗത്തിൽ നിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ റീച്ച് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ഒരു കാര്യം എത്രമാത്രമാണോ അത്രമാത്രം മറ്റേതും എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ അവിടെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ ദാ ചേർത്ത് കൊടുക്കണം. ഇനി ഇവിടെ നോക്കിയേ, ഒരേപോലെ 2 സെന്റൻസ് ആണ്. ഒരേപോലെ ഇൻ ദ സെൻസ് നോക്കിയേ, ഒരേ സബ്ജക്റ്റ് ആണ്. ദ പോയറ്റ് ആൻഡ് ദ സിംഗർ വേർ, ഒരു പേര് മതി, പ്രസന്റ് ഇൻ ദ മീറ്റിംഗ്. നെക്സ്റ്റ് നോക്കിയേ, ദ പോയറ്റ് ആൻഡ് സിംഗർ വാസ് കിൽഡ് ഇൻ ആൻ ആക്സിഡന്റ് ലാസ്റ്റ് വീക്ക്. സി, ഇവിടെ ദ പോയറ്റ് ആൻഡ് ദ സിംഗർ രണ്ടിടത്തും ദാ വന്നു അല്ലേ? എന്നാൽ ഇവിടെയോ ദ പോയറ്റ് ആൻഡ് സിംഗ്, രണ്ടിനും 2 മീനിങ്ങാ. രണ്ടിടത്തും ദാ വന്നാൽ അതിന്റെ അർത്ഥം അത് 2 പേരാണെന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 2 പ്ലൂറലായി കണക്കാക്കി ഇവിടെ വേറെ ചേർത്തത്. എന്നാൽ ഇവിടെ രണ്ടിനും കൂടി ഒരു ആർട്ടിക്കിളേ ഉള്ളൂ. അതായത് ദാ രണ്ടിനും കൂടി ഒന്നായിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പോയറ്റും സിംഗറുമായ ആൾ എന്നാണ് അർത്ഥം. രണ്ടും ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മളിവിടെ വാസ് ചേർത്തു. അപ്പോൾ ആ കാര്യം കൂടി ഓർത്തു വെച്ചോ. എല്ലാം ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് എറർ ഡിറ്റക്ട് ചെയ്യാൻ, അല്ലെ എറർ, നിങ്ങളുടെ സെന്റൻസിൽ എറർ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാനൊക്കെ ചോദിക്കുന്നതെന്ന് അറിയില്ലല്ലോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ. ഓക്കെ, നമുക്ക് വരാൻ പോകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, നോക്കിയേ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മൈ യങ്ങർ സിസ്റ്റർ ഗോസ് ടു സ്കൂൾ എവറി ഡേ അറ്റ് 8 AM. എൻ്റെ ഇളയ സിസ്റ്റർ, എൻ്റെ താഴെയുള്ള സിസ്റ്റർ എല്ലാ ദിവസവും രാവിലെ 8 മണിക്കാണ് സ്കൂളിലേക്ക് പോകുന്നു. അവിടെ അത്രേ ഉള്ളൂ. അപ്പോൾ എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയാൽ ഇവിടെ സ്കൂളിൻ്റെ മുമ്പ് ഞാൻ ഒരു ആർട്ടിക്കിളും ചേർത്തില്ല, ദാ ചേർത്തില്ല. പക്ഷേ ഇവിടെ ഐ വെന്റ് ടു ദ സ്കൂൾ ടു സീ ഹർ, ദ സ്കൂൾ എന്ന് ചേർത്തു. അവളെ കാണാൻ ഞാൻ സ്കൂളിലേക്ക് പോയി. ഇവിടെ ഒരു പ്രൈമറി ലക്ഷ്യമുണ്ട് സ്കൂളിന്. സ്കൂൾ എന്തിനു വേണ്ടിയാ? പഠിക്കാൻ പോകാൻ വേണ്ടിയാ. ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് സിസ്റ്റർ പോകുന്നതെന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ പിന്നെ അവിടെ സ്കൂളിന്റെ മുമ്പിൽ നമ്മൾ ദാ ഒന്നും ചേർക്കണ്ട. സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ് അല്ലേ? പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്. ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാ? ചികിത്സ തേടാനാണ്. പക്ഷെ എന്നാൽ ഇതൊന്നും അല്ലാണ്ട്, ഇതിന്റെ പ്രൈമറി ലക്ഷ്യങ്ങളല്ലാണ്ട്, പർപ്പസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആ സ്ഥലത്ത് പോവാണെങ്കിൽ അപ്പോൾ ആ സ്ഥലത്തിന് മുമ്പിൽ ദാ ചേർക്കണം. ഐ വെന്റ് ടു ദി സ്കൂൾ ടു സീ ഹർ, അവളെ കാണാൻ ഞാൻ സ്കൂളിൽ പോയതാണ്. അതുകൊണ്ടാണ് ദാ ചേർത്തതിന് മുമ്പ്. പ്രൈമറി ആയിട്ടുള്ള പർപ്പസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി പോയാൽ. ഓക്കെ, രമേശ് വെന്റ് ടു ദി ഹോസ്പിറ്റൽ ടു റിപ്പയർ ദ
ചെയർ. വെന്റ് ടു ദ ഹോസ്പിറ്റൽ എന്നാ ഞാൻ പറഞ്ഞത്. അത് ചെയർ റിപ്പയർ ചെയ്യാനാ പോയെ. അതുകൊണ്ടാണ്. പ്രൈമറി പർപ്പസ് അല്ല. അല്ലേ? മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒമിഷൻസ് ഓഫ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എവിടെയൊക്കെ നമുക്ക് ഒഴിവാക്കാം, ചെയ്യാൻ പാടില്ല, ചേർക്കാൻ പാടില്ല, ആർട്ടിക്കിൾസേ വേണ്ട. ഓക്കെ. Before the names of languages, sports and games, abstract nouns, material noun, proper noun, names of meals, nature എന്നുള്ള വേർഡിന് മുൻപിൽ, സ്പേസ് എന്ന് പറയുന്ന വേർഡിന് മുമ്പിൽ, ഗോഡ് ആ വേർഡിന് മുമ്പിൽ, കേട്ടോ. പക്ഷേ ഗോഡ്സ് എന്ന് വരുവാണെങ്കിൽ ദാ ചേർക്കണം. അതാണ് അവിടെ തന്നെ അങ്ങ് പറഞ്ഞു തന്നേക്കോ. ഓക്കെ. അപ്പൊ ലാംഗ്വേജിന്റെ പേരിന് മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കലെന്നാ പറഞ്ഞേ? ദാ ചേർക്കരുത്. നോക്കിയേ, ഹിന്ദി ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. ലാംഗ്വേജിന്റെ പേരിന് മുമ്പിൽ ദ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. ഹിന്ദി എന്ന് പറയുന്ന പേര് അതിന് മുമ്പിൽ ദാ ചേർത്തിട്ടില്ല ഞാൻ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹി നോസ് മലയാളം ആസ് വെൽ ആസ് ഇംഗ്ലീഷ്. കണ്ടോ, ലാംഗ്വേജിന്റെ പേരിന് മുമ്പിൽ ഞാൻ ചേർത്തിട്ടില്ല. ഹി സ്പീക്സ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻലി. ഇവിടെ ഞാൻ തെറ്റിയതല്ല കേട്ടോ, ഇത് ഞാൻ ചേർത്തു. എന്താ കാര്യം? ലാംഗ്വേജിന്റെ പേരിന് മുമ്പിൽ നമുക്ക് ദാ ചേർക്കണ്ട, ആ ലാംഗ്വേജിന്റെ പേര് മാത്രമായി പറയുമ്പോൾ. എന്നാൽ ഈ ലാംഗ്വേജിന്റെ പേരിനോടൊപ്പം ലാംഗ്വേജിനോട് ചേർന്ന് ആ വേർഡും കൂടെ വരും. അതായത് ഇവിടെ മലയാളം എന്ന് മാത്രമല്ലേ ഉള്ളൂ, മലയാളം ലാംഗ്വേജ് എന്ന് എഴുതിയിട്ടില്ലല്ലോ. ഇംഗ്ലീഷ് എന്ന് മാത്രമല്ലേ ഉള്ളൂ ഈ സെന്റൻസിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് എഴുതിയിട്ടില്ലല്ലോ. ഹിന്ദി എന്ന് മാത്രമല്ലേ ഉള്ളൂ, ഹിന്ദി ലാംഗ്വേജ് എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെയോ ഇംഗ്ലീഷ് ലാംഗ്വേജ് അങ്ങനെ ചേർത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ദാ ചേർക്കണം. വ്യത്യാസം മനസ്സിലായോ? എന്നാ ഹി സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി അങ്ങനെ മതിയായിരുന്നു. പക്ഷേ ഹി സ്പീക്സ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻലി. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് വന്നപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ ഹി സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി അത്രയും മതിയായിരുന്നു. മനസ്സിലായോ? അങ്ങനെ വരും. അതുപോലെ തന്നെ സ്പോർട്സ് ഐറ്റംസ്, ഗെയിംസ് ഐറ്റംസിന്റെ ഒക്കെ പേരിന് മുമ്പിൽ ഒന്നും തന്നെ ചേർക്കാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ. ഇനി മെറ്റീരിയൽ നൗൺ, അതാണ് ഗോൾഡ്. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ഗോൾഡിന്റെ മെറ്റീരിയൽ അല്ലേ അത്. അതിന്റെ മുമ്പിൽ നമുക്ക് ദാ ചേർക്കണ്ട, ഏതായോ ഒന്നും ചേർക്കണ്ട. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. പക്ഷേ ഈ ഗോൾഡിനെ സ്പെസിഫൈ ചെയ്ത് വല്ലതും പറയുവാണെങ്കിൽ അതിന് മുമ്പിൽ ദാ വേണം. സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ ദാ വേണം. അതാ മുമ്പ് ഞാൻ പറഞ്ഞത് ഈ കേസിലൊക്കെ കുറേയധികം. നോക്കിയാൽ അതുകൊണ്ടാണ് ഈ സെന്റൻസ് ദ ഗോൾഡ് മൈൻഡ് ഇൻ ഇന്ത്യ ഇസ് ഓഫ് എ ഗുഡ് ക്വാളിറ്റി. ഇന്ത്യയിൽ മൈൻ ചെയ്തെടുക്കുന്ന ഗോൾഡ്. പക്ഷേ ഈ ഗോൾഡ് ജനറൽ ആയിട്ട് പറഞ്ഞത്, അപ്പോൾ അവിടെ ദാ വേണ്ട. പക്ഷേ ഇന്ത്യയിലെ ഗോൾഡ് എന്ന് സ്പെസിഫൈ ചെയ്തത് കൊണ്ട് അതിന് മുമ്പിൽ ദാ ചേർത്തു. മനസ്സിലായോ? അതുപോലെ തന്നെ ഫെസ്റ്റിവൽസിന്റെ പേരിന് മുമ്പിൽ ഫെസ്റ്റിവൽസിന്റെ പേരിന് മുമ്പിൽ എന്ത് വേണ്ടതാണ്ട് തേർഡ് ഞാൻ വായിച്ചില്ലായിരുന്നല്ലേ. നോക്കാം. സെക്കൻഡ് വൺ, ബിഫോർ ദ നെയിം ഓഫ് പൊസിഷൻസ് വെൻ ദ നെയിം ഓഫ് ദി പേഴ്സൺ ഹു ഹോൾഡ്സ് എൻ നെയിം ഓഫ് പൊസിഷൻ ഇസ് മെൻഷൻഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണിത്. അതായത് ബിഫോർ ദ നെയിംസ് ഓഫ് പൊസിഷൻ ഓർ ഡെസിഗ്നേഷൻ, പൊസിഷനോ ഡെസിഗ്നേഷനോ മാത്രം പറയുമ്പോൾ ദാ ചേർക്കണം. ദ പ്രൈം മിനിസ്റ്റർ, ദ ഡിസ്ട്രിക്ട് കളക്ടർ എന്നൊക്കെ. ഇവിടെ അതിന് മുമ്പ് ഞാനതൊന്ന് എഴുതിയിട്ടുണ്ട്. 2 വർഷം റിപ്പീറ്റ് ചെയ്ത് വന്നേ ഉള്ളൂ. ദ ചീഫ് മിനിസ്റ്റർ, ദ ഡിസ്ട്രിക്ട് ജഡ്ജ്, ദ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ വേണം. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവരുടെ നെയിം ഓഫ് ദി പേഴ്സണും കൂടി ആ പൊസിഷനോടൊപ്പം, ആ ഡെസിഗ്നേഷനോടൊപ്പം വന്നാൽ ദ വേണ്ട. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ വരും: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അവിടെ ദ ചീഫ് മിനിസ്റ്റർ എന്ന് വേണ്ട, ദ പ്രൈം മിനിസ്റ്റർ എന്ന് വേണ്ട. ഡിസ്ട്രിക്ട് കളക്ടർ ടി വി അനുപമ, ദ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് വേണ്ട. മനസ്സിലായല്ലോ? അതാണ് പറഞ്ഞത്. ഓക്കെ. അതുപോലെ തന്നെ ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് ഒമിറ്റഡ് ബിഫോർ ദ നെയിംസ് ഓഫ് ഫെസ്റ്റിവൽസ്. ഫെസ്റ്റിവലിന്റെ പേരിന് മുമ്പിൽ വേണ്ട. ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ 25th ഡിസംബർ, അത്രയും മതി. ദ ക്രിസ്മസ് വേണ്ട. ഓക്കെ. ഇത് നോക്കിയേ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കനോട്ട് ബി യൂസ്ഡ് ബിഫോർ ദ നെയിം ഓഫ് ഡേ, മന്ത് ആൻഡ് പാർട്സ് ഓഫ് ഡേ. പാർട്സ് ഓഫ് ഡേ എന്ന് വെച്ചാൽ ഇപ്പം ഈ സൺസെറ്റ് അങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എക്സംഷൻ ഉണ്ട്, ഞാൻ പറയാം കേട്ടോ. ദ സൺഡേ ഈസ് ദ ലാസ്റ്റ് ഡേ. ദ സൺഡേ എന്ന് വേണോ? അത് റോങ്ങാ. സൺഡേ ഈസ് ദ ലാസ്റ്റ് ഡേ, അങ്ങനെ മതി. ദ ജനുവരി ഈസ് ദ ഫസ്റ്റ് മന്ത്, അങ്ങനെ വേണോ? വേണ്ട. ജാനുവരി ഈസ് ദ ഫസ്റ്റ് മന്ത്, അത്രയും മതി. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മളെ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ നൈറ്റ് എന്നൊക്കെ പറയാറില്ലേ, അത് പറയണം. ഇൻ മോർണിംഗ് എന്നതിനെക്കാട്ടിലും ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ നൈറ്റ്. ദ സൺറൈസ്, ദ സൺസെറ്റ് അങ്ങനെ പറയണം കേട്ടോ. ഓക്കെ. അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കാം. നിങ്ങൾ ഇത് തനിയെ ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യുക. ഞാൻ എന്തായാലും എക്സ്പ്ലനേഷൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോവാണ്. ഓക്കെ. ഐ വെന്റ് ടു ദി ടെമ്പിൾ വിത്ത് മൈ പേരൻസ്, മൈ ആൺസ് ആൻഡ് മൈ കസിൻസ്. നോ എറർ. എവിടെയാണ് എറർ? നോക്കാം. ഐ വെന്റ് ടു ടെമ്പിൾ എന്ന് മതി. ഐ വെന്റ് ടു ദ ടെമ്പിൾ എന്ന് ചേർത്താൽ അവിടെ വേറെന്തോ
കാര്യത്തിനായിട്ട് പോകുന്നു എന്നുള്ള അർത്ഥം വരും. അതവിടെ മെൻഷൻ ചെയ്യാത്തടത്തുണ്ട്. അതിനാൽ ഈ ടെമ്പിളിൽ പോകുന്നു എന്നുള്ള അർത്ഥം മാത്രം മതി പ്രാർത്ഥിക്കാൻ എന്നുള്ള പ്രൈമറി പർപ്പസ്. അതുകൊണ്ട് അവിടെ അങ്ങനൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ ദാ തന്നെ ചേർക്കണം. ചെയ്യാത്ത പക്ഷം എന്ത് ദാ വേണ്ട. ഐ വെന്റ് ടു ടെമ്പിൾ. ഓക്കെ. വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണെന്നുള്ള അർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദാ ചേർക്കാം. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഈ സെന്റൻസിൽ. അതുകൊണ്ട് ആ ഫസ്റ്റ് പാർട്ടാണ് എറർ. എവിടെയാണ് എറർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഇതിനോടകം ഫെമിലിയർ ആയി കാണുമല്ലോ. നമ്മൾ കുറേയധികം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം അതാണ്, എവിടെയാണ് എറർ, വിച്ച് പാർട്ട് ഓഫ് ദി സെന്റൻസ് ആണ് എറർ എന്നുള്ളത്. നോക്കൂ. സോറി, ആൻസർ അങ്ങ് അവിടെ. ഐ സാറ്റ് ഡൗൺ ഓപ്പോസിറ്റ് ഹിം ആൻഡ് പ്രൊഡ്യൂസ്ഡ് ദ പാക്കറ്റ് ഓഫ് സിഗരറ്റ്സ്. നോ എറർ. സി അവിടെ ദ പാക്കറ്റ് ഓഫ് വേണ്ട, എ പാക്കറ്റ്, സോറി സി ഐ സാറ്റ് ഡൗൺ ഓപ്പോസിറ്റ് ഹിം ആൻഡ് പ്രൊഡ്യൂസ്ഡ് എ സിഗരറ്റ് അല്ലെങ്കിൽ എ പാക്കറ്റ് ഓഫ് സിഗരറ്റ്, അങ്ങനെ മതി. ഇതാ അവിടെ പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. രഘു കെയിം ഔട്ട് ഓഫ് ദി ബാത്റൂം വിത്ത് എ ടവൽ ഇൻ ദ ഹാൻഡ്. എന്താ ഇവിടുത്തെ മിസ്റ്റേക്ക് നോക്കിയേ. രഘു കെയിം ഔട്ട് ഓഫ് ദി ബാത്റൂം വിത്ത് എ ടവൽ. അവിടെ ഒരു പ്രശ്നവും ഇല്ല. ഇൻ ദ ഹാൻഡ് എന്ന് വേണ്ട, അവിടെ വെറുതെ ദാ ചേർത്തേക്ക്. അവിടെ ആക്ച്വലി വേണമെന്ന് എന്തായിരുന്നു, ഇൻ ഹിസ് ഹാൻഡ് എന്ന അല്ലേ. ഇൻ ഹിസ് ഹാൻഡ് ഒരു സാമാന്യമായി നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ച് നമ്മൾ ഒക്കെ തന്നെ അത് തെറ്റാന്ന് മനസ്സിലാവും. ഇൻ ഹിസ് ഹാൻഡ്. ദെൻ ഫോർത്ത് വൺ, ഇൻ 1906 എ എർത്ത് ക്വേക്ക് ഡിസ്ട്രോയ്ഡ് മച്ച് ഓഫ് സാൻ ഫ്രാൻസിസ്കോ. എന്താ എർത്ത് ക്വേക്ക്? എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത് വൊവൽ സൗണ്ടിൽ തുടങ്ങുന്നു. ആൻ എർത്ത് ക്വേക്ക് എന്നാണ് പറയുന്നത്. I felt privileged to recite a poem in an honor of my teacher at a recent school function. എന്താണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. പക്ഷേ നമ്മൾ പഠിച്ച കാര്യം അതുപോലെ തന്നെ അവിടെ ഉണ്ട്. എന്താണ് ഓണർ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് അല്ലേ. ഐ ഫെൽ പ്രിവിലേജ് ടു റിസൈറ്റ് എ പോം. എ പോം എന്ന് പറയുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇൻ ആൻ ഓണർ. പക്ഷെ ആൻ ഓണർ ആ ചേർക്കേണ്ടതെങ്കിലും അവിടെ ഇൻ ആൻ ഓണർ ഓഫ് മൈ ടീച്ചർ എന്ന് പറയുന്നതിനേക്കാളും ഇൻ ദ ഓണർ ഓഫ് മൈ ടീച്ചർ എന്ന് പറയുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഒരു ഓൺ അങ്ങനെയാന്ന് പറയുന്നത് അല്ല. ഐ ഫെൽ പ്രിവിലേജ് ടു റിസൈറ്റ് എ പോം ഇൻ ദ ഓണർ ഓഫ് മൈ ടീച്ചർ. കണ്ടോ, അത് പറയുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ അപ്പൊ എയും ആനും ഒക്കെ ചേർക്കേണ്ട സ്ഥലം നോക്കിയാലും എയും ആനും ചേർക്കുന്നതിനേക്കാൾ ദാ ചേർത്താൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പഠിച്ചത് ദാ നമ്മൾ സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും യൂസ് ചെയ്യാമെന്ന്. മനസ്സിലായോ? ദ ഫൈറ്റ് ഫോർ ലിബറേഷൻ ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ആൻഡ് നോബ്ലസ്റ്റ് ക്വാളിറ്റി ഇൻ മാൻകൈൻഡ്. നോക്കാം എവിടെയാണ് എറർ. സി നിങ്ങൾ കണ്ടോ, ദ തേർഡ് വൺ എന്താ പ്രശ്നം? ബിഫോർ സൂപ്പർലേറ്റീവ് ഡിഗ്രി ദ ആർട്ടിക്കിൾ ദ ഈസ് യൂസ്ഡ്. അപ്പൊ എ നോബ്ലസ്റ്റ് എന്നല്ല വരേണ്ടത്. സി അവിടെ ബെസ്റ്റ് എന്നും ഉണ്ടല്ലേ. ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ആൻഡ് ദ നോബ്ലസ്റ്റ് ക്വാളിറ്റി. ദ നോബ്ലസ്റ്റ് എന്നായിരുന്നു വരേണ്ടത്. ദ എ അല്ല ദ. ദ ഫൈറ്റ് ഇതിപ്പോ അങ്ങനെ വന്നതുകൊണ്ടാണ് അവിടെ എററാന്ന് നമുക്ക് വന്നത്. എ ചേർക്കണ്ട, അവിടെ പിന്നെ ചേർക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായത് ദാ ചേർക്കുക എന്നുള്ളതാണ്. എ അവിടെ വേണ്ട. ഓക്കെ. ദ ഫൈറ്റ് ഫോർ ലിബറേഷൻ ബ്രിങ്സ് ഔട്ട് ദി ബെസ്റ്റ് ആൻഡ് നോബ്ലസ്റ്റ് ക്വാളിറ്റി ഇൻ മാൻകൈൻഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ. ഹി ഹാഡ് ഓൾറെഡി സെൻഡ് മീ മെസ്സേജ്. അത് ഞാൻ എറർ അവിടെ കാണിച്ചു പോയി കേട്ടോ, സോറി. ഹി ഹാഡ് ഓൾറെഡി സെൻഡ് മീ മെസ്സേജ് ദാറ്റ് ഹിസ് അറൈവൽ വാസ് സ്കെഡ്യൂൾഡ് ഫോർ തേഴ്സ്ഡേ. മെസ്സേജ് എന്ന് മാത്രമല്ല, ഹി ഹാഡ് ഓൾറെഡി സെൻഡ് മീ എ മെസ്സേജ് എന്ന് വന്നാലേ കറക്റ്റ് ആവത്തുള്ളൂ അല്ലേ. എ മെസ്സേജ്. വെറൈറ്റി ഈസ് സ്പൈസ് ഓഫ് ലൈഫ്. ശരിക്കും അതൊന്നും പൂർണ്ണതയില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ വരണം അല്ലേ. ഒരു ജനറൽ ആയിട്ടുള്ള ഫാക്ട് പറയുവാണെങ്കിൽ പോലും വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ്. ദ സ്പൈസ് ഓഫ് ലൈഫ് ഇസ് ദ റൈറ്റ് യൂസേജ്. ഓക്കെ. സാക്ഷി റോട്ട് essay so Sakshi wrote essay so well that her teacher was very pleased with her. അതിനെന്താ കുഴപ്പം? ഫസ്റ്റ് ആണോ PQRS എന്നാ നമ്പർ ഇട്ടേക്കുന്നത്. ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതുപോലെ ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. സി അതിലെ P ആണോ Q ആണോ R ആണോ S ആണോ റോങ്? സാക്ഷി റോട്ട് ദ essay so well. സാക്ഷി ഒരു കൊടുത്തിരിക്കുന്ന ഒരു essay അതിനെപ്പറ്റി പറയാണ്. ആ ഒരു എസ്സേയുടെ കാര്യം പറയുന്നുള്ള വെറുതെ ഒരു എസ്സേ എന്ന് മാത്രം എഴുതിയാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഏറ്റവും അനുയോജ്യം ദാ ചേർക്കുന്നതായിരിക്കും. സാക്ഷി റോട്ട് ദ എസ്സേ സോ വെൽ ദാറ്റ് ഹെർ ടീച്ചർ വാസ് പ്ലീസ്ഡ് വിത്ത് ഹെർ. ഓക്കെ. ദെൻ എ ഫസ്റ്റ് യൂറോപ്യൻ സെയിലർ ഹൂ കെയിം ടു ഇന്ത്യ വാസ് വാസ്കോ ഡ ഗാമ. എന്തായിരിക്കും വരണ്ടേ അവിടെ? എന്തായിരിക്കും അവിടുത്തെ എറർ? എ ഫസ്റ്റ് യൂറോപ്യൻ സെയിലർ ഹൂ കെയിം ടു ഇന്ത്യ വാസ് വാസ്കോ ഡ ഗാമ.
അർത്ഥത്തിന് മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്നാൽ ഏറ്റവും അനുയോജ്യം എ ഫസ്റ്റിന് പകരം ദ ഫസ്റ്റ് എന്ന്. ഒന്നാമത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർഡിനൽ നമ്പേഴ്സിന് മുമ്പിൽ ദ ചേർക്കണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഈസ് ആൻ ഓർഡിനൽ നമ്പർ. സോ ദ ഫസ്റ്റ് യൂറോപ്യൻ സെയിലർ ഹു കെയിം ടു ഇന്ത്യ വാസ് വാസ്കോ ഡ ഗാമ ആയിരിക്കും റൈറ്റ് ആൻസർ. 11th ക്വസ്റ്റ്യൻ. ദ ഗ്രേറ്റർ ദ ഡിമാൻഡ് ഹയർ ദ പ്രൈസ്. നമ്മൾ എന്താ പഠിച്ചത്? ഞാൻ നേരത്തെ റൂള് പറഞ്ഞതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ദ മോറിന്റെ യൂസേജ് അല്ലേ? എന്താ വരേണ്ടത്? ദ ഹയർ. വെറും ഹയർ അവിടെ വന്നേക്കുന്നതല്ല. ദ ഗ്രേറ്റർ ദ ഡിമാൻഡ് ദ ഹയർ ദ പ്രൈസ് അല്ലേ? ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് പ്രൈസ് ഹയർ ആവും. ദ ഹയർ ആണ് കറക്റ്റ്. ഐ വാസ് ഫസ്റ്റ് ടു റീച്ച് ദ കോളേജ് ടുഡേ. ഐ വാസ് ഫസ്റ്റ് ടു റീച്ച് ദ കോളേജ് ടുഡേ. നേരത്തെ പറഞ്ഞ തന്നെയാണ്. എന്താണ്? ഒന്നാമത്തെ ആണ് എറർ, തെറ്റ്. ഐ വാസ് ദ ഫസ്റ്റ് ടു റീച്ച് ദ കോളേജ് ടുഡേ. തെറ്റ് കണ്ടുപിടിക്കാനാണ് ഈ സെന്റൻസ് മൊത്തം കേട്ടോ. കാരണം ഫസ്റ്റിന് മുമ്പിൽ നമ്മൾ ദാ ചേർക്കണം എന്നല്ലേ പറഞ്ഞത്, ഓർഡിനൽ നമ്പർ. ഇറ്റ് ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി ഓഫ് എക്സലൻസ്. യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് വരുന്ന ആർട്ടിക്കിൾ ഏതാ? എ ആൻഡ് ഓൾസോ വൺ. ഇറ്റ് ഈസ് എ യൂണിവേഴ്സിറ്റി ഓഫ് എക്സലൻസ്. എ ആണ് വരേണ്ടത്. യു കണ്ടുകൊണ്ട് വവ്വൽ ലെറ്റർ ആണെന്ന് പറഞ്ഞ് ആൻ എഴുതരുത്, സൗണ്ട് ആണ് നോക്കേണ്ടത്. ഇത് നോക്കിയേ, ഡാഷ് റിച്ച് ഷുഡ് ഹെൽപ്പ് ഡാഷ് പുവർ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. പി സ്മോൾ ലെറ്റർ മതി. എന്താണ് ആൻസർ വരിക? അതിനെ ഒരു ഗ്രൂപ്പ്, ഒരു ക്ലാസ് ആയിട്ടാണ് അല്ലെ, ആ അഡ്ജക്റ്റീവിന് ഒരു നൗൺ ആയിട്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത്. റിച്ച് പുവറിനെ ഹെൽപ്പ് ചെയ്യണമെന്നാണ്. സോ രണ്ടിടത്തും ദാ ചേർക്കണം. ദ റിച്ച് ഷുഡ് ഹെൽപ്പ് ദ പുവർ. ഓക്കെ. ദെൻ ഡാഷ് സ്പാനിഷ് ആർ നോൺ ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി. ഞാൻ ഇതും റൂൾ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? എന്താ നമ്മൾ പഠിച്ചത്? ഒരു ജനതയെ ഒന്നായി നമ്മൾ പറയുമ്പോൾ അതിനു മുമ്പ് ദാ ചേർക്കണോ ചേർക്കണ്ടയോ? ചേർക്കണം. സ്പാനിഷ് എന്ന് പറഞ്ഞ ആൾക്കാരാ, ജനത ഹോസ്പിറ്റാലിറ്റിക്ക് പേര് കേട്ടാണെന്നാണ്. സോ നെയ്ക്ക് ദ സ്പാനിഷ് ആർ നോൺ ഫോർ ദെയർ ഹോസ്പിറ്റാലിറ്റി. അതാണ് റൈറ്റ് ആൻസർ, ദ സ്പാനിഷ്. അപ്പോൾ ഇത്രയാണ് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാ കാര്യങ്ങളും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. കുറേയധികം വായിക്കുമ്പോൾ കുറേയധികം കിട്ടും. പ്രാക്ടീസ്. ഓക്കെ. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.